ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സോളാറിന്റെ വാഷ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു സോളാറിന്റെ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഇതെങ്ങനെ വാഷ് ചെയ്തെടുക്കും, ക്ലീൻ ചെയ്യാൻ എന്ത് ചെയ്യൂ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇതുപോലെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ചൊക്കെ എടുക്കും. എല്ലാം ഗ്ലാസ് ആയത് കാരണം വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് ഒഴുകി എല്ലായിടത്തും എത്തും പുറമെ. അങ്ങനെ ആ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് നനച്ചു കഴിയുമ്പോഴേക്കും ഒരു മോപ്പ് ഉണ്ട്, നീളത്തിൽ ഒരു അലൂമിനിയത്തിന്റെ ഒരു പൈപ്പിൽ ഞങ്ങൾ ഒരു മോപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ പുറത്തുകൂടെ ഇങ്ങനെ ഒരച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. മോപ്പില് കല്ലും മണ്ണും അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകാതെ, അത് ഇത് ചില്ലായതുകൊണ്ട് സ്ക്രാച്ച് വീഴും. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ മോപ്പ് ഇങ്ങനെ ഉപയോഗിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കത് അതിൻ്റെ പുറത്ത്, ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിറച്ച് വെയിലുള്ളത് കൊണ്ട് പൊടിപടലങ്ങളാണ് ഈ ഗ്ലാസ്സിൽ വന്ന് ഇങ്ങനെ പാണ്ടുപോലെ വീഴും. പിന്നെ ഈ പക്ഷികളുടെ കാഷ്ടങ്ങളും അങ്ങനെയൊക്കെ വീണ് കഴിയുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറയും. ഇങ്ങനെ നല്ലതുപോലെ ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാനിങ്ങനെ മോപ്പിട്ട് കഴുകും, അല്ലെങ്കിൽ ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വാഷ് ചെയ്ത് പൊടിയൊക്കെ കളയും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. ഇപ്പം ഞങ്ങൾക്ക് 5000 രൂപ ബില്ല് വന്നിട്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇതിൻ്റെ 3 ഫേസ് കണക്ഷൻ്റെ ആ ഫിക്സഡ് ചാർജായി 240 രൂപയെ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് വരുന്നുള്ളൂ. അങ്ങനെ ഒത്തിരി ലാഭമുണ്ട്. ഇപ്പോൾ നല്ല വെയിലും ഉള്ളത് കൊണ്ട് നല്ല പ്രൊഡക്ഷൻ ഉണ്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുന്നത് കൊണ്ട്. നേരത്തെ ഞങ്ങൾ അങ്ങനെ ഈ ക്ലീൻ ചെയ്യൽ മാസമൊക്കെ ആയപ്പോൾ പ്രൊഡക്ഷൻ കുറവായിരുന്നു. പിന്നെ ഇപ്പം നന്നായിട്ട് വെയിലുണ്ട്, പിന്നെ മഴയും സമയം അങ്ങനെയുള്ള സമയമൊക്കെ ആയിരുന്നപ്പോൾ പ്രൊഡക്ഷൻ കുറവായിരുന്നു. ഇപ്പോൾ പ്രൊഡക്ഷൻ നല്ല പോലെയുണ്ട്. നന്നായിട്ട് ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ സോളാർ വെച്ചതിന് ശേഷം ഞങ്ങൾ ഇഞ്ചക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഗ്യാസ് ഒരു കുറ്റി 3 മാസത്തോളം ഗ്യാസ് നിൽക്കുന്നുണ്ട്. ഗ്യാസിനൊക്കെ നല്ല വില ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും ലാഭമുണ്ട് സോളാർ വെച്ചത് കൊണ്ട്. ഗ്യാസിൻ്റെ ഉപയോഗം കുറവായി. പിന്നെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തത് കൊണ്ട് ഞങ്ങളുടെ പെട്രോൾ ഉപയോഗവും കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സോളാറിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.